ഹലോ, വെൽക്കം ബാക്ക് ടു കെറ്റ് ആൻഡ് ക്രാഫ്റ്റ്സ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക, അതും എളുപ്പത്തിൽ. ഞാനും മോളുടെ മാർക്കറ്റിലൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പം നമുക്ക് കപ്പയും ചിക്കനും കിട്ടിയായിരുന്നു. അങ്ങനെ അവൾക്ക് കുളച്ചിലും പെട്ടെന്ന് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 കുക്കർ എടുത്തു. ഒരു കുക്കറിൽ കപ്പ വേവിച്ചു, ഒരു കുക്കറിൽ ചിക്കനും ഇട്ടു. അപ്പോൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ, അതും കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന തരത്തിൽ കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം നോക്കുക. ആദ്യമായിട്ട് അവസാനം വരെ കാണണം, ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പം 3 പേർക്ക് കഴിക്കാനുള്ള കപ്പയാണ്. 1 കിലോയാണ് കറക്റ്റ് എടുത്തേക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെയാണ് നമുക്ക് കപ്പ അരിയേണ്ടത്. നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ജസ്റ്റ് അടക്കുകയോ ചെയ്യാവൂ, വിസിൽ വെക്കുകയും ചെയ്തേക്കരുത്. അതിന് ശേഷം തിളച്ച് നല്ലതായിട്ട് വരുമ്പോൾ നമ്മൾ ഉപ്പ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് വാർത്ത് എടുക്കണം. വാർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വയറിന് പ്രോബ്ലം ഒന്നും വരത്തില്ല. രണ്ടാമത് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് 2 വിസിലടിച്ചിട്ട് എടുക്കുക. അപ്പോൾ അതേ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മമ്മി അതേ ചിക്കന് വേണ്ടി ഉള്ളി അരിയുന്നു. നമ്മളിതുപോലെ കുക്കറൊന്ന് വയ്ക്കുക. വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കിയ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവ് അധികം വേണ്ട, അതുകൊണ്ട് 2 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ കപ്പയ്ക്കും ചെറുതായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം നോക്കി കണ്ടിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ബിരിയാണി മസാല ചേർത്തു, പിന്നെ ചിക്കൻ മസാലയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഏലക്കായും കൂടി ചതച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പയ്ക്ക് നല്ലൊരു മണമായിരിക്കും ഏലക്കായും കൂടി ഇടുകയാണെങ്കിൽ. അതിന് ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് 2 വിസിലടിപ്പിച്ച് വയ്ക്കാം. കുറച്ച് തേങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മസാല വെന്ത് കഴിഞ്ഞു. അതിലേക്ക് 300 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം 1 വിസിലടിപ്പിച്ചിട്ട് നമുക്കെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വേവിച്ച് വെച്ച കപ്പ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വറുത്ത് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ചിക്കൻ കറിയുടെ ഗ്രേവിയുണ്ട്, അതിനകത്ത് കിടന്ന് ഒരു 2 മിനിറ്റ് നമുക്ക് അതിനകത്തിട്ട് വേവിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു വറ്റൻമുളക് കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ഇട്ടാലും നല്ല കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ കുറച്ച് ഗ്രേവിയുണ്ട്, ആ ഗ്രേവിയിൽ ഈ കപ്പ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ ബിരിയാണി. പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ കപ്പയ്ക്കൊപ്പം കുറച്ച് തൈരൂടെ വേണം. അപ്പോൾ എല്ലാവരും കണ്ട കപ്പ ബിരിയാണിയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വേറൊരു സ്റ്റൈലിലായിരുന്നു. നമുക്ക് എളുപ്പത്തിൽ അതിലൊരു ഗസ്റ്റ് വന്നാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു കപ്പ ബിരിയാണി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.